ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മെഷീൻ മനുഷ്യനെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കേപ്പബിലിറ്റീസ് നേടുന്ന ഒരു പരിപാടിക്കാണ് നമ്മൾ ഈ നിർമ്മിത ബുദ്ധി എന്ന് വിളിക്കുന്നത്. നിർമ്മിത ബുദ്ധിയെ പറ്റി ഇപ്പോൾ ഈ ഇടയ്ക്ക് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിർമ്മിത ബുദ്ധി ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾക്കൊരു പേപ്പറായിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ PGക്ക് ഒരു പേപ്പറായിട്ട്, അതായത് 2000 തന്നെ 99-ലാണ് ഞാൻ PG ഫൈനൽ ഇയർ ചെയ്യുന്നത്. ആ സമയത്ത് എനിക്കൊരു പേപ്പറായിട്ട് നിർമ്മിത ബുദ്ധി ഉണ്ട്. പക്ഷെ അന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഇത് ഉടനെയൊന്നും വരാൻ പോണില്ല. കാരണം അതിനുള്ള കേപ്പബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളൊന്നും ഉടനെ നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ 2020-ന് ശേഷം, അല്ലെങ്കിൽ 2015-ന് ശേഷം എന്ന് വേണമെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ, നിർമ്മിത ബുദ്ധിയിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നു. 2022 ആവുമ്പോഴത്തേക്കിനും നിങ്ങളുടെ മുന്നിലേക്ക് മനുഷ്യർക്ക് ഉപയോഗിക്കാവുന്ന ടൂളുകളുടെ രൂപത്തിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രോഡക്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു. കൃത്യമായി പറഞ്ഞാൽ, അമേരിക്കയിൽ നിന്നുള്ള OpenAI എന്നൊരു പറയുന്ന കമ്പനി ഒരു പ്രോഡക്റ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്, ChatGPT എന്ന പേരിൽ. ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അത് നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യും, നിങ്ങളുമായിട്ട് കോൺവേഴ്സ് ചെയ്യും, നിങ്ങളുമായി സംവദിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനോട് സംസാരിക്കാം. ആ സംസാരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഉത്തരം തേടലോ, എന്തെങ്കിലും കഥ എഴുതാൻ പറയലോ, കവിത എഴുതാൻ പറയലോ ഒക്കെ ആണെങ്കിൽ അവൻ അത് ചെയ്ത് അപ്പൊ തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരും. നിമിഷങ്ങൾക്കുള്ളിൽ ഗുരുവായൂർ പുസ്തകോത്സവത്തെ പറ്റി ഒരു കവിത എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇതുവരെ ഇന്റർനെറ്റിലുള്ള വിവരങ്ങളൊക്കെ സ്വാംശീകരിച്ച് അവൻ വേണമെങ്കിൽ പുതിയൊരു കവിത എഴുതി നിങ്ങളുടെ കയ്യിലേക്ക് തരും. ഇവിടെ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാം. ആ പാകത്തിന് കഥ എഴുതും. വേണമെങ്കിൽ എന്നെ ഇവിടെ ഇരുത്തി ഫോട്ടോ എടുക്കും. ഈ പരിപാടിയിൽ 5 ദിവസം 6 ദിവസമായി പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരു വേദിയിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതും വേണമെങ്കിൽ പോസിബിൾ ആണ്. ഇപ്പോ 2022 നവംബറിലാണെന്ന് തോന്നുന്നു OpenAI ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയാൻ പാടില്ല, എന്നാലും മനുഷ്യരെല്ലാം സ്വീകരിച്ച ഒരു പ്രോഡക്റ്റുമായിട്ട് വരുന്നത്. അതിൻ്റെതായ കാരണമുണ്ട്. ഈ ടെക്നോളജി AI എന്നുള്ളത് മുൻപ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് മുൻപ് ഒരു മെഷീനെ പഠിപ്പിച്ചെടുക്കുക, എക്സ്പേർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് ആദ്യം വരുന്നത്. എക്സ്പേർട്ട് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവുന്ന കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ അഭിഭാഷകനാവുന്ന കമ്പ്യൂട്ടർ, അങ്ങനത്തെ ഒരു തോട്ട് പണ്ട് തൊട്ടേ ഉണ്ട്. ആ തോട്ടിൽ നിന്ന് ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഡോക്ടറോട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ചാൽ ഡോക്ടർ തരുന്ന ഉത്തരങ്ങൾ തരുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം. അങ്ങനെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കാണാവൂ. അത് എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ, കുറെ ഉത്തരങ്ങളും ചോദ്യങ്ങളും നേരത്തെ കൂട്ടി തയ്യാറാക്കി ഡാറ്റാബേസ് ഉണ്ടാക്കി സാധാരണ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ വർക്ക് ചെയ്യുന്നത് പോലെ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്ട് സിസ്റ്റംസ് പണ്ട് തൊട്ടേ ഉണ്ട്. പണ്ടോട്ട് തന്നെ കമ്പ്യൂട്ടർ കാലത്ത് തന്നെ വന്നിട്ടുണ്ട്. ആ എക്സ്പേർട്ട് സിസ്റ്റംസിൽ നിന്ന് കുറച്ചുകൂടെ മാറി പുതിയൊരു ടെക്നോളജി വരികയാണ്, മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പഠിക്കുന്നു. നമ്മളെങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുക? നമ്മൾ വായിച്ചു എഴുതി മാത്രമല്ല കാര്യങ്ങൾ പഠിക്കുന്നത്, നമ്മൾ എല്ലാ ഇന്ദ്രിയങ്ങളും കൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് നിങ്ങൾ മെഴുകുതിരിയില് അല്ലെങ്കിൽ തീനാളത്തിൽ കൈ തൊടരുത് എന്ന് അമ്മ നിങ്ങളോട് പറയുന്നുണ്ടാവും. എന്നാലും ഒരു ദിവസം കുഞ്ഞു പോയി അത് കൈ തൊടുന്നത് വരെ ആ വികാരം ആ കുഞ്ഞിനുണ്ടാവില്ല. എന്താണ് കൈ തൊട്ടാൽ സംഭവിക്കാറ്? അപ്പൊ പറഞ്ഞ് കേട്ടത് കൊണ്ട് മാത്രമല്ല കുഞ്ഞത് പഠിച്ചത്, അത് ആ തീനാളത്തിൽ തൊട്ട് അനുഭവിച്ച് പഠിച്ച കാര്യം കൂടാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളൊക്കെ ജീവിച്ച എല്ലാ കാലത്തും നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. കേട്ടും കണ്ടും തൊട്ടറിഞ്ഞും ഒക്കെ പഠിക്കുന്നുണ്ട്, രുചിച്ചും ഒക്കെ. ഈ സംഗതി പോലെ കമ്പ്യൂട്ടറിന് പഠിക്കാൻ കഴിയുമോ എന്നുള്ള അന്വേഷണമാണ് മെഷീൻ ലേണിംഗിലേക്ക് എത്തിക്കുന്നത്. മെഷീൻ ലേണിംഗ് കുറെ കൂടെ കഴിയുമ്പോൾ, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള വിവരങ്ങളൊക്കെ, അതായത് ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിന് എടുക്കാവുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ആരെങ്കിലും ഇൻപുട്ട് ചെയ്ത വിവരങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോ കാണുന്ന ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ, ഇതെല്ലാം വെച്ച് കമ്പ്യൂട്ടറിന് പഠിച്ച് ആ വിവരങ്ങളെ തിരിച്ച് മനസ്സിലാക്കി നിങ്ങളോട് കുറച്ച് ഉത്തരങ്ങളൊക്കെ തരാനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുമുള്ള കേപ്പബിലിറ്റി വന്നത് മെഷീൻ ലേണിംഗിന്റെ വരവോടുകൂടിയാണ്. അത് കുറച്ചുകൂടി മുന്നോട്ട് പോയി
ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക്, കുറച്ചുകൂടി ആഴമുള്ള ലേണിംഗ് പ്രോസസ്സിലേക്ക് പോകുന്ന ടെക്നോളജിയിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞ് ഡീപ്പ് ലേണിംഗിന്റെ വരവോടുകൂടി കുറച്ചുകൂടി മാറ്റം വരികയാണ്. ഡീപ്പ് ലേണിംഗിന് ശേഷം കമ്പ്യൂട്ടറുകൾ ഇന്റലിജൻസ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ എങ്ങനെയാണോ കുറെ കാലം കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചു തുടങ്ങുന്നത്, അതേപോലെ ജനറേറ്റീവായി ഉത്തരങ്ങൾ തരിക. ജനറേറ്റീവ് AI എന്ന വാക്ക് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് കണ്ടിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല ജനറേറ്റീവ് AI. ജനറേറ്റീവ് AI എന്താ തരുന്നതെന്ന് ചോദിച്ചാൽ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കമ്പ്യൂട്ടറിന് കഴിയുന്നു. വെറുതെ ഉത്തരങ്ങൾ തരികയല്ല. എക്സ്റേ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിക്കുമ്പോൾ റോൺജൻ എന്ന് പറയുന്ന ഉത്തരം തരികയല്ല അത് ചെയ്യാം. പകരം അതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അതിനോട് ചോദിക്കാം. ഇപ്പൊ എക്സ്റേ കണ്ടുപിടിച്ച ആരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഒരു ക്വിസ് പ്രോഗ്രാം എഴുതി വെച്ചിട്ടുള്ള ആളിന് വേണമെങ്കിൽ തരാൻ പറ്റും. പക്ഷെ എക്സ്റേ കണ്ടുപിടിക്കാനുണ്ടായ സാഹചര്യം എന്ത് എന്ന് ചോദിച്ചാൽ ചിലപ്പോ ഇപ്പോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റിലെ വിവരങ്ങൾ ഉപയോഗിച്ച് പഠിച്ച കമ്പ്യൂട്ടറിനോട് അല്ലെങ്കിൽ പഠിച്ച സിസ്റ്റത്തോട് ചോദിച്ചാൽ അത് നല്ല വൃത്തിയുള്ള ഭാഷയിൽ നിങ്ങൾക്കൊരു അധ്യാപകൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണോ അതുപോലെ ഉത്തരങ്ങൾ തരാൻ കഴിയുന്ന, നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള ഗൂഗിൾ സെർച്ചിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഗൂഗിൾ സെർച്ച് നിങ്ങൾ പണ്ടേ ഉപയോഗിക്കുന്നുണ്ടാവും, ഗൂഗിൾ വന്ന കാലം തൊട്ടേ. അല്ലെങ്കിൽ ഗൂഗിളിന് മുമ്പ് യാഹൂ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്. സെർച്ച് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണിത്. സെർച്ച് ചെയ്യുക എന്ന് പറയുന്നത് ബേസിക്കലി അടുക്കും ചിട്ടയുമായി പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത്, ഇപ്പൊ നമ്മുടെ ലൈബ്രറി ഇവിടെ പുസ്തകോത്സവം നടക്കുന്നിടത്ത് അവിടെ ഇരിക്കുന്ന അത് നടത്തിപ്പുകാരുടെ ആരോടെങ്കിലും ഏതെങ്കിലും പുസ്തകം എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പോയി കണ്ടുപിടിച്ച് തരും. അത് അവർ അടുക്കി വെച്ച രീതിയുടെ പ്രത്യേകത കൊണ്ടാണ്. ഇതുപോലെ ഇന്റർനെറ്റിലെ വിവരങ്ങൾ ഒരു സ്ഥലത്ത് ഇന്നതുണ്ട്, അടുത്ത സ്ഥലത്ത് ഇന്നതുണ്ട് എന്ന് അടുക്കി പറഞ്ഞു തരുന്ന രീതിയാണ് ഗൂഗിൾ സെർച്ച് ചെയ്തതെങ്കിൽ ജനറേറ്റീവ് AI വേറെ രീതിയിലാണ് ആൻസർ ചെയ്യുന്നത്. അത് നിങ്ങൾ എന്നോട് എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിക്കാം. അപ്പൊ എന്റെ തലച്ചോറിലുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് അപ്പോൾ ഞാൻ അസിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ സ്വാംശീകരിച്ച് ഒരു ഉത്തരം പറയുന്നത് എങ്ങനെയാണോ അതേപോലെ ഉത്തരം പറയുന്ന ഒരു സിസ്റ്റമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറുന്നതാണ് 2020 ശേഷം നമ്മൾ കാണുന്നത്. 2020 ജനറേറ്റീവ് AI എന്ന വാക്ക് അങ്ങനെയാണ്. ഇപ്പോ ജനറേറ്റീവ് AI എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു ചിത്രം ഇവിടെ വരയ്ക്കണം. ഇപ്പോ ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ പോയി നിൽക്കുന്ന ചിത്രം വരയ്ക്കണം എന്ന് കമ്പ്യൂട്ടറിനോട് പറഞ്ഞാൽ അതിന് ഗുരുവായൂർ അമ്പലത്തിന്റെ വിവിധ പടങ്ങള് അതിന് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ പുതിയ പെയിന്റിങ്ങുകൾ കിട്ടും. അവൻ അതൊക്കെ എടുത്തിട്ട് എന്റെ പടം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതുമൊക്കെ എടുത്ത് രണ്ടും കൂടി നല്ലൊരു പോസിൽ ചേർത്ത് വെച്ച് ഇത്രയും പണി നിങ്ങൾക്ക് വേണ്ടി ഒരു ഫോട്ടോഷോപ്പ് വിദഗ്ധൻ ചെയ്യുന്ന പണി മുഴുവൻ ചെയ്ത് ഒരു ഉത്തരവുമായി വരുന്ന രീതിക്കാണ് ജനറേറ്റീവ് ഔട്ട്പുട്ട് എന്ന് പറയാം. ഇപ്പൊ വന്ന വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് AI അല്ലെങ്കിൽ ജെൻ AI ടൂളുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തി എന്നുള്ളതാണ്. ജെൻ AI ടൂളുകളിൽ ആദ്യത്തെ ഏറ്റവും പോപ്പുലറായ ടൂളുകളിൽ ഒന്നായിരുന്നു OpenAIയുടെ ChatGPT. അത് കഴിഞ്ഞ വ്യത്യസ്ത ടൂളുകൾ വന്നു. പെർപ്ലക്സിറ്റി, സിനിമ ഉണ്ടാക്കാൻ പറ്റിയ അതിന്റെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനധികം ഉപയോഗിച്ചിട്ടില്ല. ടൂളുകൾ ഉപയോഗിച്ച് അധികം പരിചയമുള്ള ആളല്ല ഞാൻ. ജനറേറ്റീവ് AI ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാനത് വേറെ രീതിയിൽ പറഞ്ഞുതരാം. ഞങ്ങൾ ചെയ്യുന്ന ഒരു സംഗതി നിങ്ങളോട് പറയാം. ഞങ്ങൾ ചെയ്യുന്നത് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ നമ്മുടെ ഒരു പണിയാണ്. അപ്പൊ അത് എങ്ങനെയാണ്, ഇപ്പോ ഹിന്ദി അറിയാവുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ എന്റെ മലയാളം ഹിന്ദിയിലേക്ക് അയാളെ ട്രാൻസ്ലേറ്റ് ചെയ്യാം തത്സമയം. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എന്താ, ഹിന്ദിക്കാരൻ ഇവിടെ വന്നൊന്ന് സംസാരിച്ചാൽ തൊട്ടപ്പുറത്ത് ഹിന്ദിയും മലയാളവും ഉള്ള ഒരാള് അടുത്ത് നിന്ന് സംസാരിച്ച് നിങ്ങളോട് പറയും. ഇത് കമ്പ്യൂട്ടർ ചെയ്യുന്ന പണി, അതായത് ജനറേറ്റീവ് ആയിട്ട് കമ്പ്യൂട്ടർ ചെയ്യുന്ന തത്സമയം ചെയ്യുന്ന പണികളിൽ ഒരെണ്ണമാണ് ഞങ്ങളുടെ കമ്പനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണികളിൽ ഒരെണ്ണം. അപ്പോ ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പണ്ടത്തതുപോലെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ അല്ല. ഞാൻ ഗുരുവായൂർക്ക് പോകുന്നു എന്ന വാക്യം ഞാൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ ഐ ആക്കി അങ്ങനെയല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കൃത്യമായി മനുഷ്യർ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന തോതിലേക്ക് ആര് മാറിയിട്ടുണ്ട്?
പുതിയ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ജനറേറ്റീവ് എഐക്ക് കഴിയുന്നുണ്ട്. ഇതിന്റെ അടുത്ത പടിയിലേക്ക് കടക്കാനാണ് മനുഷ്യരിപ്പോ ശ്രമിക്കുന്നത്. ജനറേറ്റീവ് എഐക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഒരു കുഴപ്പമല്ല. ഇപ്പോഴുള്ള ടൂളുകളെല്ലാം ഏതെങ്കിലും ഒരു ഡൊമൈനിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളാണ്. അതായത് ഇപ്പൊ എന്നോടൊരു പടം വരയ്ക്കാൻ പറഞ്ഞ് ഞാൻ വരയ്ക്കും, ഒരു കവിത എഴുതണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഞാനത് ചെയ്യും, ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ പാടിക്കേൽപ്പിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ മൾട്ടി ഫേസഡ് സ്കിൽ സെറ്റ് ഉള്ള ഒരാളാണ്. ഇപ്പോ ഹ്യൂമൻ ഇന്റലിജൻസിലേക്ക് കമ്പ്യൂട്ടറിന് എത്താൻ കഴിയാത്തത് ഈ മനുഷ്യന്റെ വ്യത്യസ്ത കഴിവുകൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഈ വ്യത്യസ്ത കഴിവുകളുള്ള പല ടൂളുകൾ ഇപ്പോൾ ഉണ്ട്. ചില ടൂളുകൾ പടം വരയ്ക്കും, ചില ടൂള് സിനിമ ഉണ്ടാക്കും, ചില ടൂള് കവിത എഴുതും നന്നായിട്ട്, ചില ടൂളുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ള ടൂള് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഏകദേശം മനുഷ്യനോട് സമമായ ഒരു കമ്പ്യൂട്ടറിനെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പൊ വമ്പൻ കോർപ്പറേറ്റുകളെല്ലാം. അതിനെ വിളിക്കുന്ന പേര് AGI എന്നാണ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നാണ് പറയാം. ഇതിൽ നിന്ന് ഒരു പടി കൂടെ കടക്കുന്ന ഒരു സംഗതിയായിരിക്കും അത്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ മനുഷ്യരുടെ ആവശ്യം ഉണ്ടാവില്ല എന്നാണ് കരുതപ്പെടുന്നത്. ഇത് കേട്ടപ്പോൾ ഞാൻ ഇനി ഒരു പേടിക്കേണ്ട സംഗതിയിലേക്കാണ് അത് പോകുന്നത് എന്ന് മനസ്സിലാക്കണം. കുറച്ചൊക്കെ ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മുടെ അധ്യക്ഷൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അധ്യക്ഷൻ പറഞ്ഞു ഇന്ത്യ വളരെ പിറകിലാണ്. ശരിയാണ്, ഇന്ത്യ എന്നല്ല ബാക്കി എല്ലാ രാജ്യങ്ങളും ഇതിൽ വളരെ പിറകിലാണ്. കോർപ്പറേറ്റ്, വലിയ കോർപ്പറേറ്റുകൾ, അതായത് $1 ട്രില്യൺ കോർപ്പറേറ്റുകൾക്കാണ് എന്തെങ്കിലുമൊക്കെ ഇതുവരെ ഇതിനകത്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. ഞാൻ പ്രത്യേകം പറഞ്ഞു $1 ട്രില്യൺ കോർപ്പറേറ്റുകൾ, $1 ബില്യൺ പോലും അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് വേണ്ടി വരുന്ന ചെലവ്, ഇതിന് വേണ്ടി വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ഇതിന് വേണ്ടി വരുന്ന മനുഷ്യാധ്വാനം, ഇതിന് വേണ്ടി വരുന്ന റിസോഴ്സിന്റെ കേപ്പബിലിറ്റീസ്, ഇതെല്ലാം ഭയങ്കര ഭീമമായ ചെലവുള്ള ഒരു പരിപാടിയായിരുന്നു കഴിഞ്ഞ മാസം വരെ. അതുകൊണ്ട് അമേരിക്കയിലെ വൻപൻ കോർപ്പറേറ്റുകൾ മാത്രം ടച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ അവരുണ്ടാക്കിയ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ട്രാൻസ്ലേഷൻ എനേബിൾ ചെയ്യുന്നു, ഇന്ത്യൻ ലാംഗ്വേജസ് പഠിപ്പിച്ച് അതിന്റെ ട്രാൻസ്ലേഷൻ കേപ്പബിൾ ആക്കുന്നു. അതൊക്കെയാണ് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ അതിന്റെ കോറിലേക്ക് ഇറങ്ങിച്ചെന്ന്, അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ വലിയ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാക്കി മാറ്റാനുള്ള കേപ്പബിലിറ്റി ഇന്ത്യയിൽ വലിയ കമ്പനികളില്ല എന്നല്ല, അവരാരും ഇതിനുവേണ്ടി മുതിർന്നിരുന്നില്ല. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ഭൗതിക പരിപാടിയാണത്. അത് ഒരു വലിയ ഇന്റലിജൻസ് ആവശ്യപ്പെടുന്ന ഒരു പണിയായി മാറിയിട്ടുള്ളത്. അതായത് മനുഷ്യരുടെ ബുദ്ധിയേക്കാൾ നല്ല ബുദ്ധിയുള്ള കമ്പ്യൂട്ടറിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ ചെയ്യാൻ പോണ പണിയാണ്. അപ്പൊ അതൊരു വലിയൊരു ഭൗതിക പരിപാടി ആയതുകൊണ്ടും രണ്ട്, ഇതിന് വേണ്ടി വരുന്ന നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടറിന് ഒരു CPU, GPU എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അത്രയും ടെക്നിക്കലായിട്ട് പോകണമെന്ന് ഞാനിന്ന് വിചാരിക്കുന്നില്ല. കാര്യം എൻ്റെ മുന്നിലുള്ള ഓഡിയൻസ് ആ ഒരു എനിക്കറിയില്ല കേട്ടോ, എന്നെക്കാളും ടെക്നിക്കലായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവാം. എന്നാലും ഞാൻ പറയുകയാണ്, ഈ കമ്പ്യൂട്ടറിന്റെ വലിയ പ്രോസസ്സിംഗ് പവറുള്ള, വലിയ കഴിവുള്ള കമ്പ്യൂട്ടറുകളും അതിന്റെ സാമഗ്രികളും ഒക്കെ ആവശ്യമുള്ള ഒരു തൊഴിലാണ്, അല്ലെങ്കിൽ ആ പരിപാടിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ ടെക്നോളജി എല്ലാം. അതുകൊണ്ട് കേട്ടെടുത്തോളം ഈ ട്രെയിനിങ് കൊടുക്കുക, ഇതുവഴി പുതിയ ബുദ്ധി ഉണ്ടാക്കിയെടുക്കുക, ആ ബുദ്ധി ഉപയോഗിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു വലിയ കോസ്റ്റ്ലി പരിപാടിയായി ഗവൺമെന്റുകൾക്ക് പോലും, ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെന്റ് പോലും കുറച്ചൊക്കെ മടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമായത് മാറിയിട്ടുണ്ട്. ഈ സ്ഥലത്തേക്കാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ചൈനയിൽ നിന്നൊരു കമ്പനി വരുന്നു. ആ കമ്പനി ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണ്, അമേരിക്ക ചെയ്ത കാര്യം അതിന്റെ 10-1 ചെലവില് ഞങ്ങൾ ചെയ്തിരിക്കുന്നു. അവർ അവകാശപ്പെടുക മാത്രമല്ല, അത് പബ്ലിക്കിനായിട്ട് അവതരിപ്പിക്കുകയും കൂടെ ചെയ്തു 2 മാസം മുമ്പ്. അത് അവതരിപ്പിച്ചതോടെ, അതിന്റെ പേര് ഡീപ് സീക്ക് എന്നാണ്,
നിങ്ങളൊക്കെ വായിച്ചാണ് പത്രത്തിൽ, വലിയ വാർത്തയായ ഒരു സംഗതിയാണ്. അത് വന്നതോടെ നമ്മുടെയൊക്കെ ഒരു മോഹം വീണ്ടും പൊട്ടി ഉണക്കുകയാണ്. എന്താ, ഇതിനകത്ത് ചെറുകിടക്കാർക്കും ഒക്കെ എന്തൊക്കെയോ ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞു, ചെറുകിട എന്ന് ഞാൻ വിളിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിനെയൊക്കെയാണ്, നോട്ട് അറ്റ് ഓൾ അവർ സ്മോൾ കമ്പനീസ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് പോലെ ഒക്കെയുള്ള ഒരു സാമാന്യം പണം മുടക്കാനൊക്കെ കഴിവുള്ളവർ പോലും ആലോചിച്ചു തുടങ്ങി നമുക്കും ഒക്കെ എന്തെങ്കിലും. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടാൽ, ഇന്ത്യ ഗവൺമെന്റിന്റെ ഒക്കെ പ്രതികരണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മന്ത്രിമാരൊക്കെ പെട്ടെന്ന് കയറി, ക്യാബിനറ്റ് മന്ത്രിയൊക്കെ പെട്ടെന്ന് കയറി ഒരു അനൗൺസ്മെന്റ് നടത്തുന്നു, നമ്മുടെ ഇന്ത്യയിലും AI ഉണ്ടാക്കാൻ പോകുന്നു. തെറ്റൊന്നുമില്ല, കാര്യം ആർക്കും തൊടാൻ കഴിയാത്ത അത്ര ഉയരത്തിലായിരുന്നു ആ ടെക്നോളജിയുടെ ലെവല്. പെട്ടെന്ന് അതിനൊരു മാറ്റം വരികയാണ് ഡീപ്സീക്കിന്റെ ഇൻട്രൊഡക്ഷനോടെ. അത് വലിയൊരു മാറ്റം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഫീൽഡ് അല്ലെങ്കിൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്തിലേക്ക് എത്തുകയാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ത് ചെയ്യും ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയാൻ പോണില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു സംഗതി, ഇത് ലോകത്തെ വലുതായി മാറ്റിമറിക്കാൻ കേപ്പബിൾ ആയ ഒരു സംഗതിയാണ്. ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം. ഒന്ന്, ചൈനയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത കൂടി ഞാൻ പറയാം. ചൈനയിൽ ഒരു ആശുപത്രി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ആശുപത്രിയിൽ മനുഷ്യരായിട്ട് രോഗികൾ മാത്രമേ ഉണ്ടാവൂ. ഇതിന് നല്ല വശങ്ങൾ ഒത്തിരി ഉണ്ട്. നല്ല വശങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞിട്ട് എന്താണ് അതിന്റെ മോശം വശം അല്ലെങ്കിൽ അതിന്റെ കുഴപ്പം, അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണെന്ന് ഞാൻ പറഞ്ഞു. നല്ല വശം എന്താണെന്ന് ചോദിച്ചാൽ, കോവിഡ് പോലൊരു ഇൻസിഡന്റ് ഇനി ഉണ്ടായാൽ ഈ രോഗികളെ നോക്കാൻ മനുഷ്യരവിടെ ചെല്ലേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അത്രയും വലിയ സാംക്രമിക രോഗങ്ങളുടെ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ രോഗം പുറത്തേക്ക് വന്നത് എങ്ങനെയാ? ആരോഗ്യ പ്രവർത്തകരിൽ കൂടെയാണ് രോഗം പുറത്തേക്ക് വ്യാപിക്കുന്നത്. കാര്യം ആരോഗ്യ പ്രവർത്തകരാണ് ആദ്യം രോഗികളുമായി നേരിട്ട് ഇടപെടുക. അവർ പുറത്തേക്ക് വരുന്ന അവരിൽ ആർക്കെങ്കിലും ഒക്കെ യാദൃശ്യമായി രോഗം ബാധിച്ച് പുറത്തു വന്നാൽ അത് വ്യാപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് ഇതാണ്. നെഗറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ, ആരോഗ്യ പ്രവർത്തനം അല്ലെങ്കിൽ ആരോഗ്യ രംഗം എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും അധികം എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ വലിയൊരു ചലഞ്ച് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ പോലും വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജി, ഈ പ്രായമായവരെ നോക്കുന്നവർക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ഒരു ടെക്നോളജിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രായമായവരെ നോക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആളുകളല്ല. ഇപ്പൊ കേരളത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾ അറിയാം, യൂറോപ്പിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഈ പ്രായമായവരെ നോക്കുന്ന കെയർ സെന്ററുകളിൽ വർക്ക് ചെയ്തിട്ടാണ് അവർ പഠിക്കുന്നത് കൂട്ടത്തിൽ. ആ ജോലിയൊക്കെ ഒരുപക്ഷെ അടുത്ത 5-6 വർഷത്തിനിടയിൽ ഇല്ലാണ്ടേ ആയിപ്പോകും. കാര്യം ഇപ്പൊ തന്നെ ആ ടെക്നോളജി ഉപയോഗിച്ച് യൂറോപ്പ് വളരെ വേഗം മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആരോഗ്യ രംഗത്ത് വലിയൊരു ചലഞ്ച് ഉണ്ട്. അത് ഡോക്ടർമാർക്ക് ഉൾപ്പെടെ ചലഞ്ചാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർമാരെന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ സൂക്ഷ്മമായ അറിവ്, ഇതിനെപ്പറ്റി വളരെ വർഷങ്ങൾ പഠിച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത അറിവുകൾക്ക് പോലും റീപ്ലേസ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ സംഗതി. 2, ഇത് മാത്രമല്ല ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം എന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രമല്ല ഈ മാറ്റത്തിന്റെ കുടം പിടിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എല്ലാം സത്യമാണെന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് കളയരുത്. കുറെയൊക്കെ സത്യം ഞാൻ വായിച്ച് അറിയുന്നുണ്ട്. അതിലൊന്ന്, ബീഫ് ലാബിൽ നിന്ന് വരാൻ പോകുന്നു. അതായത് ഇന്ന് വരെ മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള സാങ്കേതിക വിദ്യയെല്ലാം പുതിയ ജനിതക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ബീഫിന്റെ അതേ ടേസ്റ്റുള്ള, കോശഘടനയുള്ള, അതേ പ്രോട്ടീൻ ഘടനയുള്ള, അതേ ഫാറ്റ് സ്ട്രക്ചറുള്ള, അതിനേക്കാൾ രുചിയുള്ള മാംസം ലാബിൽ കൾട്ടിവേറ്റ് ചെയ്ത് മാർക്കറ്റിൽ എത്തി തുടങ്ങിയിരിക്കുന്നു. ഇത് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല എങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല എന്നർത്ഥം. കാരണം ഇതിന് വേറൊരു വശമുണ്ട്. ആ വശം എന്ന് പറയുന്നത്, കാർഷിക വൃത്തി എന്ന് പറയുന്ന സംഗതി ലോകത്ത് നിന്ന് ഇല്ലാണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ്.
കൃഷി, മനുഷ്യരിനി കൃഷി ചെയ്യാതാവും എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ വരുമോന്നൊന്നും എപ്പോൾ വരുമെന്നൊന്നും പ്രവചിക്കാൻ, അതുകൊണ്ടാണ് ഇതിനെ ഒരു ഗ്രേറ്റസ്റ്റ് ഡിലേമ എന്നെല്ലാവരും വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ റോഡിൽ നിന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും കാർ ഡ്രൈവർമാരും അപ്രത്യക്ഷമാകുമ്പോൾ ഇവരൊക്കെ എന്ത് ജോലി ചെയ്യുന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പുസ്തകം വായിക്കാൻ പോലും വേണ്ടി വരില്ല, ആള് വേണ്ടി വരില്ല. ഈ പുസ്തകം ആര് വായിക്കും? നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് റീല് കാണുന്നത്? നിങ്ങളുടെ കണ്ണ് 3 സെക്കൻഡ് ഉടക്കി നിൽക്കുന്ന ഒരു സംഗതിയിലേ ഉടക്കൂ. 3 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന എന്തിലാണോ ഏറ്റവും മിടുക്കൻ കമ്മ്യൂണിക്കേറ്റർ ആവുന്ന അയാളോ. അല്ലാതെ 1 മണിക്കൂർ പ്രസംഗം കേൾക്കാൻ, 40 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്ന പുസ്തകം വായിക്കാൻ ഇനി ആളുകളെ കിട്ടുമെന്ന് വിചാരിക്കുന്നത് ചിലപ്പോ മൂഢത്തരമായേക്കാം. ഇതാര് വായിക്കുമെന്നുള്ളതാണ് ചോദ്യം. വായിക്കാൻ പോകുന്നത് വായിച്ചിട്ട് നിങ്ങളോട് പറയും ഈ കഥയിൽ ഇന്നതുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്ത് നിങ്ങള് അല്ലെങ്കിൽ പുസ്തകത്തിന്റെ PDF ഫയൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് കൊടുത്താൽ അത് നിങ്ങളോട് കാച്ചിക്കുറുക്കി ഇതിനകത്തുനിന്ന് വേണ്ട നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ, എല്ലാവരും പുസ്തകം വായിക്കുന്നത് എന്തിനാ? അത്യാവശ്യം വേണ്ട പുതിയ അറിവുകൾ നമുക്ക് വാല്യൂ അഡീഷൻ ആയിട്ട് നമ്മുടെ തലയിലേക്ക് കയറ്റാനാണെങ്കിൽ ആ വാല്യൂ അഡീഷൻ നിങ്ങളുടെ തലയിൽ എന്തൊക്കെ ഞങ്ങൾ നേരത്തെ തന്നിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ വാല്യൂ അഡീഷൻ ആയിട്ട് ഈ പുസ്തകം എന്ത് തരും? ഇത് കളിയല്ല, സർവൈലൻസിന്റെ കാലം കൂടിയാണ്. സർവൈലൻസിന്റെ കാലം എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാരുകൾ, സിസ്റ്റങ്ങളെല്ലാം നമ്മളെ എല്ലാവരെയും നോക്കി നമ്മളെല്ലാം എന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്ന കാലമാണ്, അല്ലേ? സർവൈലൻസിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. സർവൈലൻസ് കുറെ കൂടി തീവ്രമാകാൻ പോവുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത്. കാരണം പണ്ട് നിങ്ങൾ CCTVയുടെ അടുത്ത് പോയാൽ, CCTVയുടെ കൂടെ മുന്നിൽ കടന്നു പോയാൽ നിങ്ങളെ CCTV എന്ത് ചെയ്യില്ല, നിങ്ങളെ തിരിച്ചറിയത്തൊന്നുമില്ല. നമ്മുടെ വീട്ടിലൊരു മോഷണമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ CCTVയിൽ ആ സമയത്ത് ആരൊക്കെ വന്നുപോയി എന്ന് അന്വേഷിക്കുന്നത്. ആ കാലം പോവുകയാണ്. ആ കാലത്തിന് പകരം ഇന്ന് രാവിലെ ഈ CCTVയുടെ മുന്നിൽ കൂടി ജോയിയും കൂട്ടുകാരും ഇന്ന ആൾക്കാരെ ഇത്ര മണിക്ക് കടന്നുപോയി, അതിലെ പരിചയമില്ലാത്ത ഒരാൾ കൂടി ഉണ്ടായിരുന്നു എനിക്ക്. ആർക്ക്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പരിചയമില്ലാത്ത ഒരാൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അയാൾ ആരാണെന്നൊന്ന് അന്വേഷിച്ചോളൂ. ഈ കാലത്തേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. അതായത് നിങ്ങളുടെ മുന്നിൽ റോഡിലും വഴിയിലും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളൊക്കെ മനുഷ്യരെ പോലത്തെ കണ്ണുകളായി മാറുന്നു എന്നർത്ഥം. പണ്ടത്തെ പോലെ ആവശ്യത്തിന് മാത്രം ഇതെടുക്കുകയല്ല. ഈ കാലത്ത് അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ട ഒരു സംഗതി ഞാൻ വിട്ടിട്ടില്ല, സാമൂഹ്യ സംരംഭകത്വം എന്ന വാക്കാണ്. ഒരു സംരംഭകൻ എന്ന നിലയിൽ എപ്പോഴും ഞാൻ ആലോചിക്കാറുമുള്ള ഒരു സംഗതിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഇനി എന്താണ് സംരംഭം? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഒരു ചർച്ചയ്ക്കൊരു അവസരം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. സംരംഭകത്വം ഒരു ആശയമായിട്ട് കുറെ നമ്മൾ പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു വലിയ ബുസ്വേഡാണ് ഇപ്പോൾ അത്. സംരംഭങ്ങൾ ഉണ്ടാവുക, സംരംഭങ്ങൾ വഴി തൊഴിലുണ്ടാവുക. ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നത്, തൊഴിലുണ്ടാവാത്തൊരു കാലത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, കുറെ സാധനങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട്. ആ സാധ്യതയില് പ്രധാനമായിട്ടും കേരളത്തിന്റെ മാത്രം പ്രത്യേകതകൾ വെച്ചിട്ട് കുറച്ച് സംരംഭങ്ങൾ വലിയ സാധ്യതയുണ്ട്. ആ സാധ്യതയിൽ ഒരെണ്ണം ഞാൻ പറയാം, 1-2 എണ്ണം പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ചർച്ചയ്ക്ക് വെക്കാം. നമ്മള് പ്രായമായ മനുഷ്യരുടെ ഒരു ലോകമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തേത്, അതായത് കേരളത്തില് 60 വയസ്സിന് മുകളിലുള്ള പോപ്പുലേഷൻ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അത് ഇപ്പോഴത്തെ ഒരു മൈഗ്രേഷൻ ലെവലൊക്കെ വെച്ച് നോക്കിയാൽ ഒരു 10 വർഷത്തിനിടയിൽ ഭൂരിപക്ഷം എന്തായി മാറും? 60 വയസ്സിന് മേലിലുള്ള എന്ന് വെച്ച് നമ്മൾ മരിച്ചു പോകത്തുമില്ല. കാരണം നമ്മുടെ ആയുർദൈർഘ്യം ഒക്കെ നമ്മുടെ ജീവിത മെച്ചങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടത് കൊണ്ട് ആയുർദൈർഘ്യം കൂടുകയും കുറെ കൂടി നീണ്ട കാലത്തേക്ക് മനുഷ്യർ ജീവിച്ചിരിക്കുകയും ചെയ്യും. ഇത് ഇനി വരാൻ പോകുന്ന ഗവൺമെന്റുകൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു വലിയ ചാലഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. ആ ചാലഞ്ച് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കുന്നില്ല,
എനിക്കിത് അറിയാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ജെറിയാട്രിക് കെയറിലും പാലിയേറ്റീവ് കെയറിലും ഉള്ള ആളുകളാണ്. അവരെ വീട്ടിൽ നോക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റമാണ്. ഇത് സാമൂഹ്യ സംരംഭകത്വം മാത്രമായി ഞാൻ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും വലിയൊരു സാമൂഹ്യ സംരംഭ സാധ്യതയാണ് ഈ മേഖലയിൽ വരുന്നത് എന്ന് ഞാൻ കാണും. കാരണം ഈ പ്രായമായവരെ നോക്കാൻ മനുഷ്യരുണ്ടാവില്ല വീട്ടിൽ. ഇപ്പൊ തന്നെ പല വീടുകളിലും അതുണ്ട് എന്ന് എനിക്കറിയാം, പ്രായമായവരുടെ കെയർ കൊടുക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ പല ഇനിഷ്യേറ്റീവ്സ് വഴി നമ്മൾ തന്നെ പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ ഓരോ ഇടങ്ങളിലും പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തുടങ്ങുന്നു. ജെറിയാട്രിക് പീപ്പിളിനെ നമ്മൾ സന്തോഷിപ്പിക്കാൻ പല പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. ഇത് ഒറ്റപ്പെട്ട് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും ഇത് കേരളത്തിൽ ഒരു സംരംഭമായി ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. അതായത് കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ട് നടക്കേണ്ട ഒരു സാമൂഹ്യ സംരംഭത്തിൽ ഒരെണ്ണമാണ് ഈ ജെറിയാട്രിക് കെയർ മേഖല എന്ന് ഞാൻ കരുതുന്നു കേരളത്തിൽ. ഇത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നടക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ഒരു സംഗതി അതിന്റെ ആവശ്യം ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തത്, വലിയ ചാലഞ്ച് നേരിടുന്ന ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലാക്കുന്നവർ വലിയ ചർച്ചകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം ഓക്കെയാണ് എന്ന് കരുതുന്നത് എപ്പോഴാണ്? സ്കൂളുകളിൽ, നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ പിള്ളേരൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ആവശ്യത്തിന് വരുന്നുണ്ട്, കുഴപ്പമില്ല, ഈ നമ്പറൊക്കെ കേട്ട് നമ്മളൊക്കെ സന്തോഷിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ജനന നിരക്ക് കുറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, സ്കൂളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഇനി കുട്ടികൾ സ്കൂളിലേക്ക് വരാതിരിക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ സംസാരിച്ചാൽ അവര് സ്കൂളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതലായി എവിടെ നിന്നാണ് കാര്യങ്ങൾ പഠിക്കുന്നത്? ഇന്റർനെറ്റിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മളിപ്പോ കേട്ട വാക്കൊക്കെ അവർക്ക് അതിന്റെ അപ്പുറം അറിയാം. ChatGPT, OpenAI എന്നൊക്കെ ഉള്ളത് അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. കുട്ടികൾക്ക് അത് പോരാഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗം തന്നെ വന്നിട്ടുണ്ട്, പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് അതിലേക്ക് പോവാം. ഖാൻ അക്കാഡമി എന്ന് പറഞ്ഞ വലിയൊരു ഓൺലൈൻ ട്യൂട്ടറിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ കാശ് മുടക്കി പഠിക്കുന്ന സാധനമല്ല കേട്ടോ, അതൊരു സോഷ്യൽ സംരംഭമാണ്. അതായത് ഒരു വലിയ സൊസൈറ്റിക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സംഭാവനയാണ് ഖാൻ അക്കാഡമി. ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഖാൻ എന്നുള്ളത് ഒരു ബംഗ്ലാദേശി പൗരനാണ്, അദ്ദേഹം US-ലാണ്. അങ്ങേരുടെ നീസിനു വേണ്ടി പഠിപ്പിക്കാൻ തുടങ്ങി, ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അപ്പൊ നീസിന്റെ ആ തോട്ടിൽ നിന്ന് അയാൾ മനസ്സിലാക്കി, നീസിനെ മാത്രം പഠിപ്പിക്കുന്നതിന് ലോകത്തെ മുഴുവൻ പഠിപ്പിക്കൂടെ. അങ്ങനെ ഒരു നമ്മൾ ഇന്ന് കാണുന്ന ഇവിടെ വലിയ ആഘോഷങ്ങളോടെ നടക്കുന്ന എഡ്ടെക് സംരംഭങ്ങളുടെ പിതാവ് എന്ന് കരുതാവുന്ന സംഗതിയാണ് ഈ ഖാൻ അക്കാഡമി. ഈ ഖാൻ അക്കാഡമിയില് ഇപ്പൊ ഒരു സമ്പ്രദായമുണ്ട്. ഖാൻ അക്കാഡമി ഓൺലൈനിൽ പഠിക്കാനുള്ള ഒരു ഫ്രീ സംവിധാനമാണ് കേട്ടോ, ഒരു പൈസ കൊടുക്കണം. അതിനകത്ത് നിങ്ങൾ കണക്കാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കാം. കണക്ക് പഠിക്കുന്ന ഒരു കുട്ടി ലസാഗു ചെയ്യാൻ പഠിക്കുകയാണ് ആദ്യമായിട്ട്. അതിനകത്ത് കയറി ലസാഗു ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ലസാഗു ചെയ്യുന്നവർക്കറിയാം ഹരണം അറിഞ്ഞിരിക്കണം. ലസാഗു പഠിക്കാനുള്ള ബേസിക് സാധനം ഹരണം അറിയാമെന്നുള്ളതാണ്. ഖാൻ അക്കാഡമിയിൽ ഇപ്പൊ കയറി നിങ്ങൾ ലസാഗു പഠിക്കാൻ തുടങ്ങിയാൽ, ലസാഗുവിന്റെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന് ഹരണം അറിയാത്ത ഒരുത്തനാണ് ആദ്യമായിട്ട് ലസാഗു എടുത്തു വെക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ടീച്ചർ ഉണ്ടെങ്കിൽ ചോദിക്കുന്ന നിനക്ക് ഹരണം അറിയുമെന്ന് ചോദിക്കും, ഇല്ലേ? കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ. അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിനക്ക് ഹരണം അറിഞ്ഞൂടല്ലേ, നമുക്ക് ഹരണം പഠിക്കാം. അതാണ് ഞാൻ പറഞ്ഞ പേഴ്സണലൈസ്ഡ് ട്യൂട്ടർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തരാൻ പോകുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇതുപോലെ ഓരോരുത്തർക്കും ഒരു ട്യൂട്ടറെ അവൻ തരും. മനുഷ്യനല്ല, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്യൂട്ടർ. അത് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇനി നമ്മളിപ്പോ കാണുന്ന വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും തരാൻ കഴിയാത്ത
അത്ര പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള 1-to-1 പഠിപ്പിക്കൽ. അത് ഇപ്പൊ നമ്മൾ കാണുന്ന എല്ലാ എഡ്ടെക് സംരംഭങ്ങൾക്കും വലിയൊരു ചലഞ്ചുമായിരിക്കും, ഉറപ്പാണ്. പക്ഷെ ഞാൻ പറയും, നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരേണ്ട ഒരു വലിയ മാറ്റം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഡോപ്റ്റ് ചെയ്യാൻ അതിനൊരു കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യണം. എനിക്ക് തോന്നുന്നു കേരള ഗവൺമെന്റ് ഇപ്പോൾ തന്നെ അത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൈറ്റിന്റെ നേതൃത്വത്തിൽ വലിയൊരു കേപ്പബിലിറ്റി ബിൽഡിംഗ് ആവശ്യമുണ്ട്. ടീച്ചേഴ്സിന്, നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എന്തൊക്കെ ടൂളുകളാണ് ഇങ്ങനെ എഡ്യൂക്കേഷൻ സഹായിക്കുക. അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു സാമൂഹ്യ സംരംഭക സാധ്യതയാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കേരളത്തിന് വേണ്ടി ആരും ഇത് ചെയ്യില്ല. നമ്മൾ പ്രത്യേകതകളുള്ള സംസ്ഥാനമാണ്. ആ പ്രത്യേകതകൾക്കനുസരിച്ച് ഒരുപക്ഷെ ലോകത്തിന് വേണ്ടി പലരും സംഭാവനകൾ ഉണ്ടാക്കും. ആ ലോകോത്തരമായ സംഗതികളൊക്കെ അവിടെ അവൈലബിൾ ആവും. പക്ഷെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിലൊരു സംഗതി കൂടെ ഉണ്ട്. ഇതിന്റെയൊക്കെ ആക്സസ് കിട്ടുന്നത് ഇപ്പോഴും ആർക്കാം. ഇപ്പോഴും നമ്മള് വലിയൊരു ഡിവൈഡ് ഇവിടെ ഉണ്ട്. ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾ എന്റെ വീട്ടിലെ കുട്ടികൾക്ക് ചിലപ്പോൾ കിട്ടും. കാരണം എന്താ, എന്റെ വീട്ടിൽ ഈ സാധനമൊക്കെ ഉണ്ട്. സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള കുട്ടികൾ ഇത് എവിടെ നിന്നാണോ ഉണ്ടാക്കുക? അത് ഫ്രീ ആയിട്ട് ആരും തരില്ല. ഇപ്പോ ഓപ്പൺ എ ആണെങ്കിലും DeepSeek ആണെങ്കിലും കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ കാശ് വയ്ക്കും. പൈസ കൊടുത്താണ് എല്ലാവരും കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അത് ഒരുപക്ഷെ നമുക്ക് അഫോർഡബിൾ അല്ല. ഞാൻ ഉദാഹരണം പറയാം. ഓപ്പൺ എയുടെ ഏറ്റവും നല്ല പ്രോ വെർഷന് എനിക്ക് തോന്നുന്ന ഒരു മാസത്തേക്ക് $200 കൊടുക്കണം. $200 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഒരു 20,000 രൂപ. 20,000 രൂപ ട്യൂഷൻ ഫീസ് കൊടുക്കാൻ തയ്യാറുള്ള ആള് ചിലപ്പോൾ ഇതൊക്കെ മേടിച്ച് ഉപയോഗിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക? ഈ ടൂളുകളപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വരേണ്ടതുണ്ട്. ഇങ്ങനെ ആലോചിച്ചു പോയാൽ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ ഉപയോഗിച്ച്, കുറച്ചു നാൾ മുമ്പാണെങ്കിൽ ഞാൻ പറയും ഊബറൈസേഷൻ, പ്ലാറ്റ്ഫോം ഉണ്ടാക്കൽ, ഇതൊക്കെ നമ്മുടെ പണിയാണ്. അതിപ്പോഴും നമ്മുടെ പണിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ മാറ്റി വയ്ക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഊബറൈസേഷൻ പോലുള്ള പരിപാടികൾ, ഊബറൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ? ടാക്സിക്കാരെ ഓൺലൈനിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന പരിപാടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം ഒരു ഹോട്ടലിൽ നിന്ന് വരുത്തുന്ന പരിപാടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പലചരക്ക് സാമഗ്രികൾ തൊട്ടടുത്ത കടയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വൻപൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ എത്തിക്കുന്ന, ഓൺലൈനിൽ ബുക്ക് ചെയ്ത് എത്തിക്കുന്ന പരിപാടി, എല്ലാത്തിനെയും കൂടെ ചേർത്താണ് ഞാൻ ഊബറൈസേഷൻ എന്ന് പറഞ്ഞത്. ഇതിന് എന്തെങ്കിലും ചലഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ വളരെ സാധാരണക്കാരായ മനുഷ്യരെ, ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഏത് പ്ലാറ്റ്ഫോമും വരുമ്പോൾ, പ്ലാറ്റ്ഫോമുകൾ ആദ്യം വരുമ്പോൾ ഒത്തിരി സൗജന്യങ്ങളുമായിട്ട് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടും. ഒത്തിരി സൗജന്യങ്ങൾ ഉണ്ടാവും. എല്ലാവരെയും അട്രാക്ട് ചെയ്യാനുള്ള, രണ്ട് സൈഡിനെ അട്രാക്ട് ചെയ്യണം. ആരെയൊക്കെ? കസ്റ്റമേഴ്സിനെ ഉണ്ടാവണം. അതിന്റെ അപ്പുറത്ത് ഇത് സർവീസ് കൊടുക്കുന്ന ആൾക്കാരെയും കണക്ട് ചെയ്യുന്നവരെയാണ് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുക. ഈ സർവീസ് കൊടുക്കുന്നവരും കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനുള്ള എല്ലാവിധ സംഗതികളും എന്തിനകത്തുണ്ടാവും? ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. പതിയെ പതിയെ അവരൊരു മൊണോപ്പൊളിയായി മാറും. ഇതെല്ലാ തരത്തിലും ഉണ്ട്. ആ മൊണോപ്പൊളി നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ആ മൊണോപ്പൊളി ആയിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായി ചൂഷണത്തിലേക്ക് കടക്കും. രണ്ട് സൈഡിലും ചൂഷണം ചെയ്യും. കസ്റ്റമർ എൻഡിലും ചൂഷണം ചെയ്യും, സർവീസ് പ്രൊവൈഡറുടെ അടുത്തൊന്നും ചൂഷണം ചെയ്യും. ഇപ്പൊ നടക്കുന്ന പ്ലാറ്റ്ഫോമുകളെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. അവര് എടുക്കുന്ന കട്ട്, പ്ലാറ്റ്ഫോമിന്റെ പേരിൽ എടുക്കുന്ന കട്ട്, ഒരുപക്ഷെ കസ്റ്റമറുടെ സൈഡിൽ കിട്ടുന്ന ലാഭത്തെ നമ്മുടെ ആർക്ക് കൊടുക്കുന്ന, സർവീസ് പ്രൊവൈഡർ കൊടുക്കുന്ന എടുക്കാനുള്ള ലാഭം കൂടി ഊറ്റിക്കൊണ്ടാണ് ആര് പോകുന്നത്? ഈ പ്ലാറ്റ്ഫോം കൊണ്ടുപോകുന്നത്. ഞാൻ ഒരിക്കല് ഡൽഹിയിൽ നിന്ന് ഊബർ എടുത്ത് ഹോട്ടലിലേക്ക് പോകാനായിട്ട് കയറി. അന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി ഉണ്ടായി. ഊബർ ഡ്രൈവർ കയറി കഴിഞ്ഞ ഉടനെ, അന്ന് അവര് ചെക്ക് ചെയ്യുന്നില്ല ഇത് ഊബർ ആണോ ഓടുന്നതെന്നൊന്നും ചെക്ക് ചെയ്തില്ല. ഞാൻ ഊബർ ബുക്ക് ചെയ്ത് കയറി ഉടനെ എന്നോട് ഹിന്ദിയിൽ, എനിക്ക് അത്ര ഹിന്ദി വശമില്ല, എന്നാലും അയാൾ പറഞ്ഞത് അയാളുടെ ആംഗ്യത്തിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. അയാൾ എന്നോട് പറഞ്ഞു, ഊബർ കട്ട് ചെയ്തിട്ട് ഊബറിലെ പൈസ 50 രൂപ കുറച്ചാലും കുഴപ്പമില്ല, അത് തന്നാൽ മതി. ഊബറിൽ കാണിച്ച പൈസ തന്നാൽ മതി, ഞാൻ കൊണ്ടുപോയി കൃത്യമായിട്ട് ആ സ്ഥലത്തെത്തിക്കാം. ഞാൻ ചോദിച്ചു എത്ര രൂപ കട്ട് ചെയ്യും? അപ്പൊ അന്ന് അതിൽ കാണിച്ചത് 700 രൂപയാണ്. എനിക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന 300 രൂപ താഴെയാണ്. ഇത് ഒരു 1.5 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്,
ഇതൊക്കെ കേരളത്തിൽ സാധ്യതയുള്ള സംഗതികൾ തന്നെയാണ് സംരംഭകത്വത്തിൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളം ചൂഷണത്തിനെതിരെ നമ്മുടെ പ്രത്യേക വളർന്നു വന്ന സാഹചര്യം കൊണ്ട് നമ്മൾ ചൂഷണത്തിനെതിരെ മാനസികമായ ഒരു എന്തുള്ള ആൾക്കാരാ. എന്ത് ചൂഷണം കണ്ടാലും ആദ്യം നമുക്ക് തോന്നും, എടാ ഇത് ശരിയല്ലല്ലോ ചെയ്തത്, എന്നെ പറ്റിച്ചല്ലോ എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾ ജനിച്ചു. അത് ഏത് വിഭാഗം എന്നല്ല, മനുഷ്യരുടെ ഉള്ളില്, കേരളത്തിലെ മനുഷ്യരുടെ ഉള്ളിൽ അത് രൂഢമൂലമായിട്ടുള്ള ഒരു വികാരമാണ്. അതുകൊണ്ട് സാമൂഹ്യ സംരംഭങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയും ഈ പറഞ്ഞ സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തരുന്നത് അതിനകത്തൊരു വാല്യൂ അഡീഷൻ ആണ്. ഉദാഹരണം പറഞ്ഞ ഇപ്പോ വാല്യൂ അഡീഷൻ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഏറ്റവും അടുത്തുള്ള ഡ്രൈവറെ കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഈസിലി പറ്റും. ഏറ്റവും വില കുറഞ്ഞ ഗ്രോസറി സ്റ്റോർ കണ്ടുപിടിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പെട്ടെന്ന് പറ്റും. സോഫ്റ്റ്വെയറിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ സംഗതികളെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവരുന്ന കുറച്ച് സംഗതികളെല്ലാം ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ മേക്ക് മൈ ട്രിപ്പിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത്. മേക്ക് മൈ ട്രിപ്പിൽ ആരെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നിങ്ങളുടെ പ്രോസസ്സിനിടയ്ക്ക് ഒരു കുഴപ്പം വന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾ 5000 രൂപയാണ് ടിക്കറ്റിന് വില കണ്ടത്. അതുവരെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അവൻ മനസ്സിലാക്കാൻ 2 പേര് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നും ഇപ്പൊ ബുക്കിങ്ങിന്റെ ഫീസ് കൂട്ടിയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ ബേസിക്കലി നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നു ഒരു നല്ല ടൂളാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ അതിനെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാ? ബേസിക്കലി ലാഭം കൂട്ടാനുള്ള ഒരു സംഗതിയായിട്ടാണ്. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എതിരൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് അതിനെ തിരിക്കാനുള്ള, അതിനെ അങ്ങനെയല്ലാതെ മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ടൂളാക്കി മാറ്റിയെടുക്കാനുള്ള ചില, എല്ലാം സാധിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല, ചില ചെറിയ നീക്കങ്ങളെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഒക്കെ കോണിൽ നടക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മനുഷ്യന്റെ നന്മയ്ക്കായിട്ട് മാറ്റിമറിക്കാൻ, ഇത് നമ്മൾ വെല്ലുവിളിക്കുന്ന ആരോടാ? നമ്മൾ ചാലഞ്ച് ചെയ്യുന്നത് മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ $1 ട്രില്യൺ കമ്പനികളോടാണ്, കോർപ്പറേറ്റുകളോടാണ്. പക്ഷേ അപ്പൊ തന്നെ ഇപ്പൊ ഒരു സാധ്യത വന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെറിയ ആൾക്കാർക്ക് പോലും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് വന്നിട്ടുള്ളത് കൊണ്ട് ഈ സംഗതികൾ എടുത്ത് ഉപയോഗിച്ച് ഈ ചൂഷണത്തെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം എപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അത് തൊഴിൽ പോകുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തിരിച്ചു വരികയാണ്. 8 മണിക്കൂർ ജോലി എന്നുള്ളത് 3ാമത്തെ വലിയ മാറ്റത്തിന്റെ സമയത്ത് വന്ന ഒരു സംഗതിയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 4ാമത്തെ വലിയ മാറ്റത്തെ പറ്റിയാണ്. ആ മാറ്റത്തിന്റെ സമയത്ത് ഞാനൊക്കെ കരുതുന്നത് 2 മണിക്കൂർ സ്മാർട്ടായി ജോലി ചെയ്താൽ നിങ്ങളുടെ ജോലി ഭാരം കഴിഞ്ഞു ഒരു ദിവസത്തെ. ബാക്കി ആര് ചെയ്യും? ബാക്കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീനും ഒക്കെ കൂടെ ചെയ്യുമെന്നും. പക്ഷെ മനുഷ്യർ ചിന്തിക്കുന്ന വേറെ രീതിയിലാണ്. ഇപ്പോ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരാളെ വെച്ച് 20 മണിക്കൂർ ജോലി ചെയ്യിക്കുക എന്നുള്ളതാണ് 100 പേരെ ജോലിക്ക് എടുക്കുന്നതിനേക്കാൾ നല്ലതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ലോകം തിരിഞ്ഞ് ചിന്തിക്കുന്നുണ്ട്. സോഷ്യലി മുന്നോട്ട് പോയിട്ടുള്ള ലോകത്തെ രാജ്യങ്ങളൊക്കെ വേറെ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നതോടെ തൊഴിൽ ഭാരം കുറച്ച് കുറെ കൂടി മനുഷ്യരെ സ്വതന്ത്രരാക്കാൻ, മനുഷ്യർക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അവർക്ക് വിശ്രമിക്കാൻ, അവർക്ക് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ, കൂടുതൽ സമയം റീൽ കാണാൻ ഒക്കെ അവസരം സൃഷ്ടിക്കപ്പെടും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അത് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ റോമിൽ ഇരുന്നിട്ട് ചൈനയിലെ ഒരു സർജറി ചെയ്ത ഡോക്ടറെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. റോമിൽ ഇരുന്നിട്ട് ചൈനയിലെ ആശുപത്രിയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് സർജറി. ഇത് തരുന്ന ഒരു സന്ദേശം കൂടെ ഉണ്ട്. ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സർജറി വേണം ആ കുട്ടിക്ക്. കിട്ടിയ ഡേറ്റ് അടുത്ത വർഷം. 1 വർഷം ക്യൂ ഉണ്ട്. കാരണം എന്താ? ആ സർജറി ചെയ്യുന്ന ഡോക്ടറുടെ സ്പെഷ്യാലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടായിരിക്കും. ആ ഡോക്ടർക്ക്
അതിന് മാത്രം ക്യൂവിൽ ആൾക്കാർ, സാധാരണക്കാരായ മനുഷ്യർ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെയൊക്കെയാണ് കുറെ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. എന്താണ്? ആ ഡോക്ടർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, റോബോട്ടിക്സിന്റെ, ഇപ്പൊ വരുന്ന നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പൊ ചെയ്യുന്ന സേവനം ചിലപ്പോ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും ഒറ്റ ദിവസം. അവിടെയാണ് കുറെ കൂടി, അതായത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി, വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അറിവ്, വളരെ എന്താ പറയാ സൂക്ഷ്മമായ ശേഷി വേണ്ട സംഗതികളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അത് മനുഷ്യർക്ക്, ഞാൻ പറഞ്ഞു, ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ വിഷമിച്ചിരിക്കുകയാണ്. കാര്യം ആ ഒരു വർഷം ഈ കുട്ടി സർവൈവ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് വേറൊരു പ്രൈവറ്റ് ആശുപത്രി പോയാൽ ചിലപ്പോൾ നാളെ തന്നെ നടക്കും. പക്ഷെ അത് 6-7 ലക്ഷം രൂപ ചെലവുള്ള ഒരു പരിപാടി ആയതുകൊണ്ട്, അത് പാവപ്പെട്ട വീടായതുകൊണ്ട് ചിലപ്പോൾ നടക്കാതെ പോയേക്കാം. ഈ സംഗതികളിലാണ് വലിയ മാറ്റം ഇപ്പോൾ വരാൻ പോകുന്നത്.